നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതും സഫലമാകാനായിട്ട്. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കാം. ചിലപ്പോൾ സന്താനങ്ങളുടെ വിവാഹം, സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, സന്താനങ്ങളുടെ ഉന്നത പഠനം. ചിലപ്പോൾ നമുക്ക് തന്നെ പല ആഗ്രഹങ്ങളുണ്ടാകാം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാവാനായിട്ട് കുറച്ച് ദിവസം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. 41 ദിവസം 108 ഒരു ഞാൻ ഈ പറയുന്ന ശ്ലോകങ്ങൾ കണ്ടുപിടിച്ച് അത് ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാവും. 41 ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി വേണം നമ്മൾ ഈ മന്ത്രങ്ങൾ, ഈ ജപങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായി, സ്വായത്തമാക്കാനായിട്ട്. ദേവി മഹാത്മ്യത്തിലെ 4-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേവി മഹാത്മ്യം ബുക്ക് വാങ്ങിക്കുക. ചെറിയൊരു കൈബുക്ക് കിട്ടും, ദേവി മഹാത്മ്യം. ആരുടെയും ബുക്കിൽ നിന്ന് കണ്ട് പേന കൊണ്ട് എഴുതിയിട്ടൊന്നും അത് പാരായണം ചെയ്യാൻ പാടില്ല. ബുക്ക് തന്നെ വാങ്ങിക്കുക, പ്രിന്റഡ് ബുക്ക് തന്നെ വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് അതിലെ 4-ാം അധ്യായം എടുക്കുക, ചതുർത്ഥ അധ്യായം എടുത്തിട്ട് അതിൽ 17-ാമത്തെ ഒരു ശ്ലോകമുണ്ട്. ആ 17-ാമത്തെ ശ്ലോകം നിത്യവും നിങ്ങൾ 108 ഒരു വിളക്കിന് മുന്നിൽ ഇരുന്ന സന്ധ്യാസമയത്ത് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ, രാവിലെ സമയമുള്ളവർക്ക് രാവിലെ ചെയ്യാം, സന്ധ്യയാണെങ്കിൽ വളരെ നല്ലത്. സന്ധ്യാസമയത്ത് 108 നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങാൻ പോവുകയാണ്, അത് വേണോ വേണ്ടയോ എന്ന് നമുക്കൊരു ചിന്ത, അത് നടക്കുമോ എന്നുള്ളൊരു ചിന്ത, അങ്ങനെ സംരംഭമൊക്കെ തുടങ്ങുന്നു. ഇനി അത് തുടങ്ങി വച്ചിട്ട് മുടങ്ങിപ്പോയവരുണ്ട്, അത് തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയി, അത് മുന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ 11-ാം അധ്യായം, ഏകോദശ അധ്യായമുണ്ട് ദേവി മഹാത്മ്യത്തില്. ആ 11-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകമുണ്ട്. ആ 9-ാമത്തെ ശ്ലോകം 41 ദിവസം 108 വീതം 41 ദിവസം നിങ്ങൾ ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങി വെച്ച സംരംഭം ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. അമ്മ കുഞ്ഞിനെ കാക്കുന്നത് പോലെ തന്നെ അമ്മ നമ്മളെ കാത്തു സംരക്ഷിച്ചത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമാക്കുന്നതാണ്. അതുപോലെ ഇപ്പം നിങ്ങൾ പറയാറുണ്ട്, ചിലവർ പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ആഭിചാരം ബാധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ശത്രുദോഷമുണ്ട്. ഇങ്ങനെ ആഭിചാരം ബാധിച്ചു, ശത്രുദോഷമുണ്ട് എന്നുള്ള തോന്നലുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അജ്ഞാത ശത്രുക്കൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന തോന്നലുകൾ ഉണ്ടെങ്കിൽ ഐശ്വര്യം വരാനും അവ അകന്നു പോകുവാനുമായിട്ട്, നമ്മുടെ ശത്രു ആരാണോ അവരെ അകത്തി വിടാനായിട്ട്, ദൂരെ മാറി പോവാനായിട്ട് 11-ാം ഏകോദശ അധ്യായത്തിലെ 11-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം 41 ദിവസം 108 പാരായണം ചെയ്യുക. ഈ തരത്തിലുള്ള ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക്, പക്ഷെ 41 ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി വേണം നമ്മൾ പാരായണം ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് 41 ദിവസം ഒരു വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കുക. ഒരു ചന്ദ്രമാസക്കാലം അങ്ങനെ നിങ്ങൾ ഇരിക്കുന്നത് നന്നായിരിക്കും.